എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി വെച്ച് എപ്പോഴും ചപ്പാത്തിയും ദോശയും കഴിക്കുന്നതിന് പകരം നമുക്ക് തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ ബ്രെഡ് ഉണ്ടാക്കാൻ സാധിച്ചാലോ? അടിപൊളി! അങ്ങനെ ഇടിച്ചു കുഴയ്ക്കാതെയും പരത്താതെയും കോരി ഒഴിച്ച് നമുക്കൊരു ബ്രെഡ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വെള്ളമയമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. കൂടെ 1 ടീസ്പൂണ് ഷുഗർ, മധുരം കുറവ് വേണ്ടവർക്ക് അത് കുറയ്ക്കാം. അതുപോലെ 2 ടീസ്പൂണ് ബട്ടറോ നെയ്യോ ചേർക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. മിക്സിയിൽ അടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇതിന് ശേഷം 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഇതിലേക്ക് ഇടുക. 3/4 കപ്പ് പാല്. പാലിന് പകരം വെള്ളവും ചേർക്കാം. പാലും വെള്ളവും കൂടി ഒന്നിച്ചെടുക്കുക. ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി വലിയൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ, ലേശം ഉപ്പ്. ഗോതമ്പ് പൊടിക്ക് പകരം 2 കപ്പ് മൈദ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ലേശം ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ അത് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ഒഴിക്കുക. ബാറ്റർ നന്നായിട്ട് ഇളക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇവിടെ നമ്മൾ മാവ് കൈകൊണ്ട് കുഴയ്ക്കുന്നില്ല, തൊടുന്നില്ല. നന്നായിട്ട് ഇളക്കിയാൽ മതി. ലൂസ് ബാറ്ററായിട്ട് എടുക്കണം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കോരി ഇടാനുള്ള പരുവത്തിൽ കിട്ടണം. ഇനി ഈ ബാറ്റർ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിക്കുക. എല്ലായിടത്തും മാവ് വഴത്തക്കവണ്ണം അങ്ങനെ ചെയ്യുക. ഇനി ഇതിൻ്റെ സൈസ് ഡബിൾ ആകുന്നത് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മാവ് ഡബിൾ ചെയ്യുന്ന സമയം ഓരോ സ്ഥലത്തിൻ്റെയും ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡബിളായി വന്നു. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് പാല് ബ്രഷ് ചെയ്യുന്നുണ്ട്. മുട്ട പതപ്പിച്ച് വേണമെങ്കിലും തേക്കാം. ഡെക്കറേഷന് വേണ്ടി കുറച്ച് എള്ള് ഇടുന്നുണ്ട്. ഇനിയും ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചോ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. മുകളിൽ ബട്ടറോ നെയ്യോ ബ്രഷ് ചെയ്യുക. ഒത്തിരി ഇടിച്ചു കുഴയ്ക്കാതെയും പരത്താതെയും നമുക്ക് മാവ് കോരി ഒഴിച്ച് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കാവുന്ന ബ്രെഡ്. ചൂട് മാറാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല. പാത്രത്തിൽ നിന്ന് തിരിച്ചിട്ടു. നല്ല പെർഫെക്റ്റായ സോഫ്റ്റ് ബ്രെഡ് കിട്ടി. വലിയൊരു ബേക്കിംഗ് ട്രേ ആയിരുന്നു. അതുപോലെ മാവും കുറവായിരുന്നു. അതുകൊണ്ട് ബ്രെഡിൻ്റെ കനം കുറവാണ്. ഗോതമ്പ് പൊടി കൊണ്ട് എപ്പോഴും ചപ്പാത്തിയും ദോശയും കഴിക്കുന്നതിന് പകരം നമുക്ക് തന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ അടിപൊളി ബ്രെഡ് വീട്ടിൽ തയ്യാറാക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കാൻ ഒക്കുന്ന ഈ ബ്രെഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ്, ലൈക്ക് അതൊക്കെയാണ് എന്നെ വീണ്ടും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി. ഹാവ് എ നൈസ് ടൈം.